നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കമലേശ്വരത്ത് അമ്മയും മകളും വീടിനുള്ളിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം തുടരുമ്പോൾ ഇരുവരും സൈനൈഡ് കഴിച്ചാണ് ജീവനൊടുക്കിയത് എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരം തന്നെയാണ് പുറത്തുവന്നത്. കമലേശ്വരം ആര്യൻകുഴിക്ക് സമീപം ശാന്തി ഗാർഡൻസിൽ പരേതനായ റിട്ടയർഡ് അഗ്രികൾച്ചർ ഡെപ്യൂട്ടി ഡയറക്ടർ എൻ രാജുവിന്റെ ഭാര്യ എസ് എൽ സജിതയ്ക്കും മകൾ ഗ്രീമയ്ക്കും എങ്ങനെയാണ് സൈനൈഡ് ലഭിച്ചത് എന്നതാണ് സംശയത്തിന് നിലനിൽപ്പിക്കുന്ന പ്രധാന കാര്യം. ബുധനാഴ്ച വീടിനുള്ളിൽ മരിച്ച നിലയിലാണ് ഇവരെ രണ്ടുപേരെയും കണ്ടെത്തിയത്. ജീവനൊടുക്കുന്നതിന് മുൻപ് തന്നെ ബന്ധുക്കൾക്ക് ഫോണിലൂടെ വിശദമായി തന്നെ വാട്സപ്പ് വഴി ആത്മഹത്യാക്കുറിപ്പ് അയക്കുകയുണ്ടായിരുന്നു. ഇരുവരും സൈനൈഡ് കഴിച്ചു മരിക്കാൻ പോവുകയാണ് എന്ന് പരാമർശിക്കുകയും ചെയ്തിരുന്നു. ഇവർ സൈനൈഡ് കഴിച്ചതെന്ന് കരുതുന്ന ഗ്ലാസും വീടിനുള്ളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സാധാരണക്കാർക്ക് എളുപ്പത്തിൽ ലഭ്യമാകാത്ത സൈനൈഡ് ഇവർക്ക് എങ്ങനെ ലഭിച്ചു എന്നതിനെക്കുറിച്ച് പോലീസ് വിശദമായി തന്നെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സ്വർണ്ണപ്പണിയുമായോ സൈനൈഡ് ഉപയോഗിക്കുന്ന മറ്റ് മേഖലകളുമായോ ഇവർക്ക് നേരിട്ട് ബന്ധമില്ലെന്നാണ് പ്രാഥമിക വിവരം. എന്നിട്ടും സൈനൈഡ് എവിടെന്ന് എങ്ങനെ കിട്ടി? അതിനാൽ തന്നെ ഇതിന്റെ ഉറവിടം കണ്ടെത്തുന്നത് കേസിലെ നിർണായക ഘടകമായി മാറും. തങ്ങളുടെ മരണത്തിന് ഉത്തരവാദി ഗ്രീമയുടെ ഭർത്താവാണ് എന്ന് ഇരുവരും എഴുതിയ കുറിപ്പിലും വ്യക്തം. ഗ്രീമയെ ഭർത്താവ് ഉപേക്ഷിച്ചതിന്റെ മാനസിക വിഷമമാണ് ആത്മഹത്യക്ക് കാരണമെന്നും കുറിപ്പിലുണ്ട്. വീട്ടിലെ താഴ്ത്ത നിലയിലെ സോഫയിലാണ് രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ കണ്ടത്. മകളുടെ മൃതദേഹത്തിന് പുറത്ത് അമ്മയുടെ മൃതദേഹം കിടക്കുന്ന നിലയിലായിരുന്നു കണ്ടത്. വിഷം കഴിച്ച ശേഷം ഇവർ ഉപേക്ഷിച്ചെന്ന് കരുതുന്ന ഗ്ലാസുകളും ആത്മഹത്യാക്കുറിപ്പും സമീപത്തു നിന്ന് കണ്ടെത്തി. 3 മാസം മുൻപാണ് ഇവരുടെ കുടുംബനാഥൻ മരിച്ചത്. ഇത് ഇരുവരെയും മാനസികമായി തളർത്തിയിരുന്നു. മകൾ ഗ്രീമയ്ക്ക് ദാമ്പത്യപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും ഇത് വലിയ മാനസിക വിഷമത്തിന് കാരണമായിരുന്നതായും ബന്ധുക്കൾ സൂചിപ്പിക്കുന്നു. പൂന്തുറ പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ മരണകാരണത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് സജിതയും മകളും വാട്സപ്പിലൂടെ ബന്ധുക്കൾക്ക് ആത്മഹത്യാക്കുറിപ്പ് അയച്ചത്. മകളുടെ വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങളും മകൾക്ക് ഇനി ഭർത്താവുമൊത്ത് ജീവിക്കാനാകില്ല എന്ന സങ്കടവും കുറിപ്പിൽ പങ്കുവച്ചിരുന്നു. തങ്ങൾ രണ്ടുപേരും സൈനൈഡ് കഴിച്ച് മരിക്കാൻ പോവുകയാണെന്നും കുറിപ്പിൽ ഉണ്ടായിരുന്നു. ബുധനാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് മൃതദേഹങ്ങൾ വീടിനുള്ളിൽ കണ്ടെത്തിയത്. ജീവനൊടുക്കുന്നു എന്ന സന്ദേശം കുടുംബ ഗ്രൂപ്പിൽ വന്നതിന് പിന്നാലെ ബന്ധുക്കൾ വീട്ടിലെത്തിയെങ്കിലും ഇരുവരും മരണപ്പെട്ടിരുന്നു. വീടിന്റെ സ്വീകരണ മുറിയിലാണ് മൃതദേഹങ്ങൾ കാണപ്പെട്ടത്. വളരെ വേഗത്തിൽ മരണം സംഭവിച്ചതും ആത്മഹത്യാക്കുറിപ്പിലെ പരാമർശവുമാണ് സൈനൈഡാണ് മരണകാരണമെന്ന സംശയത്തിൽ ബലം നൽകുന്നത്. ഞാനും മകളും ആത്മഹത്യ ചെയ്യാൻ കാരണം എന്റെ മകളുടെ ഭർത്താവായ BM ഉണ്ണികൃഷ്ണനാണ്. കേവലം 25 ദിവസം മാത്രമാണ് ഇവർ ഒരുമിച്ച് താമസിച്ചത്. അപമാനഭാരം താങ്ങാനാവുന്നില്ല എന്നാണ് സജിത ബന്ധുക്കൾക്കയച്ച കുറിപ്പിൽ ഉണ്ടായിരുന്നത്. വാട്സാപ്പ് വഴി കുറിപ്പ് ലഭിച്ച ബന്ധുക്കൾ ശാന്തി ഗാർഡൻസ് റെസിഡൻസ് അസോസിയേഷനുമായി ബന്ധപ്പെടുകയും കൗൺസിലർ ഗിരിയെയും വിവരം അറിയിച്ചു. ഇവർ വീട്ടിലെത്തിയെങ്കിലും വാതിൽ തുറക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് പോലീസ് കൺട്രോൾ റൂമിൽ അറിയിച്ചു. പൂന്തുറ പോലീസും വിവരം നൽകി. ശംഖുമുഖം അസിസ്റ്റന്റ് കമ്മീഷണർ R റാഫി, പൂന്തുറ SHO S സജീവ്, SI V സുനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമെത്തി വീടിന്റെ വാതിൽ തള്ളി തുറന്ന് അകത്ത് കയറി നടത്തിയ പരിശോധനയിലാണ് സോഫയിൽ മരിച്ചു കിടക്കുന്ന അമ്മയെയും മകളെയും കണ്ടെത്തിയത്. ഗ്രീമയുടെ വിവാഹം കഴിഞ്ഞിട്ട് 6 വർഷമായി. അമ്പലത്തറ പഴഞ്ചിറയ്ക്ക് സമീപം താമസിക്കുന്ന ഉണ്ണികൃഷ്ണനാണ് ഭർത്താവ്. ഇയാൾ അയർലാൻഡിൽ കോളേജ് അധ്യാപകനായി ജോലി ചെയ്യുകയാണെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. വിവാഹത്തിന് ശേഷം കേവലം 1 മാസം മാത്രമേ ഇരുവരും ഒരുമിച്ച് താമസിച്ചിരുന്നുള്ളൂ. 200-ലധികം പവൻ സ്വർണവും വീടും സ്ഥലവും അടക്കമുള്ള സ്വത്തുക്കളും നൽകിയാണ് വിവാഹം നടത്തിയത്. ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ഉണ്ണികൃഷ്ണനെ ഭാര്യയായ ഗ്രീമ കണ്ടിരുന്നു. ഇവിടെ വെച്ച് ഉണ്ണികൃഷ്ണൻ മാനസികമായി പീഡിപ്പിച്ചിരുന്നുവെന്ന് അടുത്ത ബന്ധുക്കൾ പറയുന്നു. ഉണ്ണികൃഷ്ണൻ മോശമായി സംസാരിച്ചതിനെ തുടർന്ന് സജിത രാജ സംഭവ സ്ഥലത്ത് വെച്ച് ബോധരഹിതയായി വീണിരുന്നു. വിവാഹബന്ധം തുടരാൻ താല്പര്യമില്ലെന്നും ഉള്ള സൂചനയും ഉണ്ണികൃഷ്ണൻ നൽകിയിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു. ഇക്കാര്യം ഗ്രീമയും അമ്മയായ സജിതയും ബന്ധുക്കളോട് പറഞ്ഞിരുന്നു. ഇതിലുണ്ടായ മനോവിഷമം മൂലമാണ് അമ്മയും മകളും ആത്മഹത്യ ചെയ്തതെന്ന് പോലീസ് പറയുന്നു. തങ്ങളുടെ മരണത്തിന് ഉത്തരവാദി ഉണ്ണികൃഷ്ണനാണ് എന്ന ആത്മഹത്യാക്കുറിപ്പിലും എഴുതിയിട്ടുണ്ട്. തങ്ങളുടെ പേരിലുള്ള വീടും വാഹനവും വസ്തുക്കൾ ബന്ധുക്കൾക്ക് നൽകണമെന്നും കുറിപ്പിൽ എഴുതി ചേർത്തിട്ടുണ്ട്. മാസങ്ങൾക്ക് മുൻപാണ് ഗ്രീമയുടെ പിതാവ് അഗ്രികൾച്ചറൽ ഡയറക്ടറായിരുന്ന രാജീവ് ഹൃദയരോഗം മൂലം മരിച്ചത്. കളക്ടറേറ്റിൽ നിന്നെത്തിയ LNDO അഡീഷണൽ തഹസിൽദാർ VS ലാലിമോളുടെ സാന്നിധ്യത്തിൽ ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി. ഫോറൻസിക് വിരലടയാള വിദഗ്ധർ എന്നിവരും എത്തിയിരുന്നു. മൃതദേഹങ്ങൾ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. പൂന്തുറ പോലീസ് കേസെടുത്തിട്ടുണ്ട്.